വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിതിരയിലേക്ക് പോവാണ്. ചേട്ടന്റെ വീട്ടിലാണ് പോണത് കേട്ടോ. അപ്പം കുറച്ച് നാളായി പോയിട്ട്, അപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് പോണത്. അപ്പം അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാനുണ്ട്, പിന്നെ അമ്പാടിയുണ്ട്, പപ്പൂസുണ്ട്, പിന്നെ എൻ്റെ ഒരു വല്യമ്മ ഉണ്ട്, പിന്നെ അമ്മയുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും പേരും കൂടെയാണ് പോണത്. അപ്പം ഇത് സൺഡേ ആണ്. ഉച്ച വരെ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് ശേഷമാണ് ഇറങ്ങുന്നത്. അപ്പം Hello guys, welcome to our channel. Homework by Mario Sambus. ഹായ് ഹലോ ഗെയ്സ്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതാ ഞങ്ങൾ അമ്മയും വല്യമ്മയും വെയിറ്റിങ്ങിലായിരുന്നു. ഇതങ്ങനെ അവരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ വിതിരയിലേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നത് കല്ലറ പാലോട് വഴിയാണ് സാധാരണ ഞാൻ പോകാറുള്ളത്. അതുവഴിയാണ്. കാര്യം വെമ്പായം റൂട്ട് പിടിച്ച് പോവുകയാണെങ്കിൽ അധികം ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുവഴി പോകാൻ തീരെ താല്പര്യമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാ കല്ലറ പാലോട് വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ സുമതി വളവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ് വളവെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. കറക്റ്റ് വളവ് ഏതാണെന്ന് അറിയാൻ വയ്യാതെ ഞങ്ങളിങ്ങനെ ഇതാണ് അതാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വണ്ടിക്കകത്തിരുന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വളവ് വരുന്നുണ്ട്, അതാണ് കറക്റ്റ് സുമതി വളവ്. കാരണം അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കൊരു പച്ച ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സുമതി വളവെന്നുള്ളൊരു ലേബൽ അവിടെ കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഞങ്ങൾ അത് നോക്കി പോവുകയാണ് കേട്ടോ. ഞാൻ ഈ സുമതി വളവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അവിടെ ഒരു ഇതുണ്ടല്ലോ, കഥയുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇത് അവിടെ ഒരു പച്ച ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പം നമ്മൾ കയറിയ ഒരു വളവാണ് സുമതി വളവെന്നുള്ളത്. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ പോകുന്നത് ടു വീലറിലാണ്. ടു വീലറിൽ പോകുമ്പോഴായാലും ഞാൻ ഈ റൂട്ട് തന്നെയാണ് പോകുന്നത്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവഴി പോകുമ്പോഴത്തേക്കും നല്ല തണുപ്പും അതുപോലെ തന്നെ ട്രാഫിക് ഇല്ല, നല്ല സ്മൂത്തായിട്ടുള്ള റോഡാണ്, പിന്നെ നമുക്ക് വെയിലൊന്നുമില്ല, ആ ഒരു നല്ല കാലാവസ്ഥയാണ് ഇതുവഴി പോകുമ്പോഴത്തേക്കും. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം സുഹൃത്തുക്കളെ. എപ്പോഴും എനിക്ക് ഈ റൂട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിതാ വിതിരയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി പോകുമ്പോൾ റോഡിന് ഇരുവശവും മരങ്ങളാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് നല്ല തണലും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നവോദയ സ്കൂൾ. അപ്പോൾ നവോദയ സ്കൂളിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ അമ്പാടിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ, ഇതാണ് നവോദയ സ്കൂൾ എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ദിനു ബേക്കറിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏകദേശം ചേട്ടൻ്റെ വീട് എത്താറായി. ആ റോഡിലേക്ക് ഉള്ള വഴിയിലാണ് ഈ കട ഉള്ളത്. അപ്പോൾ നമ്മളിതാ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു റോഡിലേക്ക് കയറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഒരുപാട് ഇത്തിരി ഒന്ന് ഉള്ളിലോട്ട് പോകണം. അപ്പോൾ അതുവഴി പോകുന്ന കുറച്ച് കാഴ്ചകളാണിത്. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ഇപ്പോൾ 4-5 കൊല്ലമായി അവിടെ നിന്ന് മാറി. ഞങ്ങളിവിടെയൊക്കെ വീട് വെച്ചിട്ട് ഒരുപാട് 4-5 വർഷമായി. അപ്പം ഇതിനിടയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നിറയെ റബ്ബറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നിറയെ ചോല പോലെ ഇങ്ങനെ നിന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അതൊക്കെ റബ്ബറൊക്കെ മുറിച്ച് ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു പ്ലോട്ടായിട്ടൊക്കെ കൊടുക്കുകയാണ്. വീടൊക്കെ വയ്ക്കുന്നവർക്ക് വേണമെങ്കിൽ വീടൊക്കെ വയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കുകയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ ചേട്ടനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ചേട്ടനും ഏകദേശം ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി നമ്മൾ പോയിട്ട്. ചേട്ടൻ ലാസ്റ്റ് ലീവിന് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് ചേട്ടനങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന്. പിന്നെ ഇതൊക്കെയാണ് ഏകദേശം ചേട്ടൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ചേട്ടൻ ഫ്രീ ടൈമിലൊക്കെ വന്നിരിക്കുകയും അവരുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കാണ് നമ്മളെ വീട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ഒരു മാമിയാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാമിയോടൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ വീണ്ടും ഓൺ ദ വേ ആണ് കേസ്. അപ്പം ഞങ്ങളുടെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. വിതിരയിൽ ശാസ്താംകം എന്ന് പറയുന്ന സ്ഥലത്താണ് ചേട്ടൻ്റെ സ്ഥലം. അപ്പോൾ ചേട്ടന് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്, ഇപ്പോൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് ചേട്ടന് ചിലപ്പോൾ നൊസ്റ്റു അടിക്കുന്നുണ്ടായിരിക്കും. ചേട്ടൻ എപ്പോഴും അവരവർക്ക് എപ്പോഴും അവരുടെ പ്രിയപ്പെട്ട സ്ഥലം, അതായത് ജനിച്ച് വളർന്ന സ്ഥലം അവരവർക്കെന്നും പ്രിയപ്പെട്ടത് തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്കിവിടെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഫീല് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ എനിക്കൊരു ടച്ചുണ്ട് ഇവിടെ ആയിട്ട്. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഏരിയയിലെത്തിയ സുഹൃത്തുക്കളെ, ഇതാണ് ഞങ്ങളുടെ വീട്. കുറച്ചങ്ങ് താഴോട്ട് ഇറങ്ങി പോകണം കേട്ടോ. അപ്പോൾ വണ്ടി ഇപ്പോൾ പോകാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ട് വണ്ടി അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. വണ്ടി നമ്മൾ സൈഡിൽ ഒതുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളിതാ കുറച്ചങ്ങോട്ട് നടന്ന് പോകണം കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ ഇവിടെ പന്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഞാനുണ്ട്, വല്യമ്മയുണ്ട്, പിന്നെ അമ്പാടിയും പപ്പൂസും വണ്ടി ഒതുക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോകുന്ന കുറച്ച് വഴിയിലുള്ള കുറച്ച് ഇതാണ് കേട്ടോ, നിറയെ മറ്റേ ഇതാണ്, എന്താണ് അതിൻ്റെ പേര് കാപ്പിക്കുരുവിൻ്റെ അതൊക്കെയാണ് അവിടെ, റബ്ബറും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്. ഒരുപാട് പഴക്കമുള്ള വീടാണ്, ഒരുപാട് വർഷമായി വച്ചിട്ട്. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ പൂമുഖത്ത് സിറ്റ് ഔട്ടിൽ അമ്മയും അച്ഛനും ഇരിപ്പുണ്ട്. അപ്പോൾ അകത്ത് മാളൂട്ടിയും വാവിച്ചുകൊണ്ട്, ചേട്ടത്തി ഇവിടെ ഇല്ല, അവളുടെ അമ്മ ഹോസ്പിറ്റലിലായതുകൊണ്ട് കാണാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ എപ്പോഴും ഇരിക്കാറുള്ള സിറ്റ് ഔട്ടാണ് കേട്ടോ. ഈ സിറ്റ് ഔട്ട് നമുക്ക് എപ്പോഴും ഒരു മെമ്മറി മൊമെൻറ്റ്സ് ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതാ എല്ലാവരും ഇപ്പോൾ ഫസ്റ്റ് വന്ന് ഇവിടെയാണ് ഇരിക്കാറ് കേട്ടോ. പിന്നെ അതിനുശേഷം ഞാനും അമ്മയും അമ്പാടിയും കൂടെ ഞങ്ങൾ വിസിറ്റിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ അപ്പച്ചിയുടെ വീട്ടിലും. പിന്നെ കുഞ്ഞുവാവേനൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനായിട്ടൊക്കെ ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ 2-3 വീട്ടിലൊക്കെ കയറാനുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ പോവാറുള്ളത്. അപ്പോൾ ഇത് വേറൊരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത് തന്നെയാണ്. അപ്പം നമ്മളിത് അമ്മയും കൂട്ടി നടന്ന് പോവാണ് അങ്ങോട്ട്. അമ്മയുടെ അപ്പച്ചിയുടെ വീട്ടിലേക്കാണ് പോകണത് കേട്ടോ. ഒരു അപ്പച്ചിനെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് പിള്ളേരുമൊക്കെ ആയിട്ടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വീട്ടിൽ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ചേട്ടത്തി ലാൻഡ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് പിന്നെ വീഡിയോയിലേക്ക് അവൾ മുമ്പേ പറയും എൻ്റെ അടുത്ത് വീഡിയോ എടുക്കല്ലേ എന്ന്. അപ്പോൾ എനിക്കെന്തായാലും വീഡിയോ കാണിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാ അവൾ വരുന്ന വഴിയാണ്. അപ്പോൾ ഹായൊക്കെ പറഞ്ഞ് പോവാണ്. മാളൂട്ടി എന്താ നാണം കുണുങ്ങി പോവാണ് സുഹൃത്ത്. അമ്മയ്ക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, അമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്തോ ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് സമയമൊക്കെ ഇന്ന് സംസാരിച്ചിട്ട് ആ ഫുഡൊക്കെ കഴിക്കുകയാണ്. ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ ഇതവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്പാടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വാവച്ചിക്കും മാളൂട്ടിക്കും റെസ്റ്റ് കാണത്തില്ല കേട്ടോ. അവരും കൂടെ കളിക്കാനായിട്ട് ഇറങ്ങാറുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമൊക്കെ നിന്ന് കളിച്ചിട്ട് പിന്നെ നമുക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. കാരണം ഏകദേശം 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അമ്പാടി ഇവിടെ വന്ന് തിരിച്ച് വരാൻ അമ്പാടിക്ക് ഭയങ്കര പാടാണ്. അമ്പാടിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും വിതിരെ പോവാൻ ഇങ്ങനെ അമ്പാടി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഞങ്ങളിതാ ഇറങ്ങാറായിട്ടുണ്ട് സുഹൃത്തുക്കളെ, ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഓക്കെ സി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാനുണ്ട്. അപ്പം ഇറങ്ങുമ്പോഴത്തേക്ക് അച്ഛന് അങ്ങ് മുകളിലേക്ക് നടന്നു വരാൻ പറ്റത്തില്ല. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അങ്ങ് റോഡ് വരെ വരാറുണ്ട്. അപ്പോൾ അച്ഛൻ എന്നും അമ്പാടിക്ക് കൊടുക്കുന്നത് പോലെ അച്ഛൻ്റെ കയ്യിലുള്ള പൈസ എന്തെങ്കിലുമൊക്കെ അമ്പാടിക്ക് കൊടുക്കാൻ, ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്പാടി വാങ്ങണ്ട, വേണ്ട, അപ്പം അങ്ങ് തിരിച്ചു കൊടുന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കേട്ടോ. ഇതാണ് ചേട്ടൻ അമ്പാടിയുടെ വല്യച്ഛൻ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കെ സി ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ നടന്ന് റോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. പുതിയൊരു ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടാറ്റ ബൈ ബൈ ഓക്കെ സി യു ഗൈസ്.